യൂറോപ്പ് നിറച്ച് അമേരിക്കൻ ആയുധങ്ങൾ. യൂറോപ്പിനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് ഇറാനും. യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും മാറുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വൻതോതിലാണ് അമേരിക്ക ആയുധങ്ങൾ വിന്യസിക്കുന്നത്, യുദ്ധവിമാനങ്ങളും യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും. ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഹ്രസ്വ ദൂര മിസൈൽ ഒഴിവാക്കിക്കൊണ്ട് ദീർഘദൂര മിസൈൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് സത്യമാണെങ്കിൽ അവർ പറയുന്നത് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മാത്രമേ അവരുടെ കൈവശത്തിലുള്ളൂ എന്നുള്ളതാണ്. അത് അവർ 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇറാനിൽ നിന്ന് നേരിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾ, പിന്നെ ഈ ഭാഗത്ത് അവരുടെ ഈ ഉക്രൈനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഏകദേശം 16ഓളം രാജ്യങ്ങൾ 3000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയിലാണ്. ഇതിലുള്ള ഏകദേശം 9ലധികം രാജ്യങ്ങളിലും അമേരിക്ക ആയുധങ്ങൾ കൊണ്ട് നിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത്, അത് ഇറാൻ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഇറാൻ പറയുന്നത് സത്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം അവരുടെ കൈവശത്തിൽ 4500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ട് എന്നുള്ളതും 10000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 3000 കിലോമീറ്ററിൻ്റെ ഒരു വിഷയം ഇപ്പോൾ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നത് ഗൗരവപരമായ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതൊരു കളവായിട്ട് ഇറാൻ പറയുകയാണ്. അതല്ലാതെ അവരുടെ കയ്യിൽ മിസൈൽ ഇല്ലാത്തത് കൊണ്ടല്ല. ലോകത്തിൽ ഏറ്റവും കുറ്റമറ്റ മിസൈൽ സംവിധാനമുള്ള രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മിസൈലിൻ്റെ നിർമ്മിതികളും അതിൻ്റെ വ്യാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്നതാണ്. ഇത്രയേറെ യുദ്ധം നടന്ന് ഒരു 5ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ യുദ്ധ സമയത്ത് പോലും ഒരു യുദ്ധവിമാനം ഇറാൻ്റേത് മറ്റേതെങ്കിലും രാജ്യത്ത് കയറി ആക്രമണം നടത്തിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനമാണ് ഇറാനിൽ കയറി ആക്രമണം നടത്തുന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ അവരുടെ മുനമ്പിൽ തന്നെ, അവരുടെ മുനമ്പിൽ നിന്ന് വിക്ഷേപിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഈ മിസൈൽ നിർമ്മാണ കാര്യത്തിൽ, അത് ഉപയോഗിക്കുന്ന കാര്യത്തിലും 1ാം സ്ഥാനത്താണ് ഇറാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകമായ രീതിയിൽ യാതൊരു അത്ഭുതവുമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മുൻപ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതും ഈ പറഞ്ഞ പോലെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എങ്കിൽ പോലും അത് ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതായിട്ട് പറയുന്നു. അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറാനിൽ നിന്ന് 9500 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്.